മെന്റലിസ്റ്റായി മോഹൻലാൽ ഏറ്റവും പുത്തനായിട്ടുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. കാരണം ഇതിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇത് പറഞ്ഞേക്കുന്നത്. ജിസ് ജോയ് എന്ന് പറഞ്ഞ സംവിധായകൻ 90% സിനിമകളും സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുള്ളതാണ്. ആസിഫ് അലിയെ കൊണ്ടാണ് കൂടുതൽ പടം അഭിനയിച്ചത്. ആസിഫ് അലിയാണ് കൂടുതൽ പടം നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. മിക്കവാറുള്ള എല്ലാം സൂപ്പർ ഹിറ്റ് ആണ്. ഒന്നോ രണ്ടോ ഫ്ലോപ്പുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ല ഗംഭീര സിനിമ. ലാസ്റ്റ് ഇറങ്ങിയ സിനിമയാണെങ്കിലും നല്ല പടമാണ്. കുഞ്ചാക്കോവിന്റെ ഇടയ്ക്കിറങ്ങിയ ഒരു സിനിമ മാത്രം നല്ല പൊട്ടി എന്നുള്ള ഒഴിച്ചാൽ ബാക്കിയുള്ള പടങ്ങളെല്ലാം നല്ല നൈസായിട്ട് എടുക്കാൻ അറിയുന്ന നല്ലൊരു ഡയറക്ടറാണ്, നല്ലൊരു മനുഷ്യനുമാണ്. നല്ല രസമായിട്ടാണ് പുള്ളിയുടെ നമ്മുടെ അല്ലു അർജുനും ഒക്കെ വേണ്ടി ഡബ് ചെയ്യുന്നതും നമ്മുടെ ജിസ് ജോയിയാണ്. ജിസ് ജോയും മോഹൻലാലും ഒന്നിക്കുന്നു. നമ്മുടെ മെന്റലിസ്റ്റ് ആദി നമ്മുടെ പെർഫോം സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്ന മെന്റലിസ്റ്റ് ആദി തിരക്കഥയൊക്കെ എഴുതുകയും സംവിധാനം ചെയ്യുന്നത് നമ്മുടെ ജിസ് ജോയുമാണ്. മോഹൻലാൽ ഒരു മെന്റലിസ്റ്റ് ആയിട്ട് വരുമെന്നാണ് അവർക്ക് ഏറ്റവും ആഗ്രഹം. മോഹൻലാലിനെ കൊണ്ട് ഏൽപ്പിക്കാനാണ്. മോഹൻലാലിന് ചാൻസും ഉണ്ട്. കാരണം നല്ലൊരു കഥയും കഥാപാത്രവും, പ്രത്യേകിച്ച് മോഹൻലാൽ ഒരു മണിച്ചിത്രത്താഴൊക്കെ പോലെ അതിൻ്റെ ഒന്നും ആ ഒരു ഇത് കമ്പയർ ചെയ്യുമല്ല. പക്ഷെ ഒരു മെന്റലിസ്റ്റ് ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് നേരത്തെ ജയസൂര്യയുടെ പ്രയത്നത്തിനകത്ത് ജയസൂര്യ മെന്റലിസ്റ്റ് ആയിട്ടാണ്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റുമാണ്. മോഹൻലാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്യും, നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യും. ആര് നമ്മുടെ ജിസ് ജോയ്. സ്ക്രിപ്റ്റ് ഗംഭീരമായ മതി. എന്തായാലും മോഹൻലാലിന്റെ ഇനിയുള്ള ലൈനപ്പുകളിൽ വരാൻ ചാൻസ് ഉള്ള 2026 എന്തായാലും ഇല്ലായിരിക്കും, 2027 ഉറപ്പായിട്ടും നടക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് മാറി മോഹൻലാൽ ജിസ് ജോയ് ചിത്രം.